ഹായ്, അർജന്റീന ഫാൻസിന് ആവേശം തോന്നുന്ന മണിക്കൂറുകളാണ്. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ചാമ്പ്യന്മാർ ഇറങ്ങുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഫോർമേഷൻ എങ്ങനെയാണ്, ആരൊക്കെയാണ് കരുത്ത് പകർന്ന ടീമിനൊപ്പം ഉള്ളത് നോക്കാം. അഭിലാഷ്, അർജന്റീനക്കാർക്ക് ഇത്തവണ വലിയ ടെൻഷനൊന്നും ഇല്ല. കാരണം നമുക്ക് മെസ്സിക്ക് കപ്പൊക്കെ കിട്ടിയല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റാന്ന് തോന്നുന്നു പൊതുവെ ആരാധകർക്ക്. അതെ, തീർച്ചയായിട്ടും. കാരണം ലോക കിരീടം നേടിക്കഴിഞ്ഞു. ലയണൽ മെസ്സി 2 തവണ ലോകകപ്പ് ഫൈനലിൽ കളിച്ചു, 1 തവണ കിരീടം നേടി. അതുകൊണ്ട് ഇത്തവണ ലോകകപ്പ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് 28 വർഷം കപ്പില്ലാതിരുന്ന ആ അതിവൈകാരികത ഉണ്ടല്ലോ, അത് കഴിഞ്ഞ തവണത്തെ കിരീടധാരണത്തോടു കൂടി അവസാനിച്ചു. കളർ ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് അവസാനിച്ചു. ഏതായാലും അർജന്റീന ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ പോലും ജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അർജന്റീന ആരാധകർ എതിരാളികളായിട്ട് വരുന്ന അൾജീരിയയാണ്. അൾജീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ഞെട്ടിപ്പിക്കാൻ പറ്റുന്ന ടീമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അർജന്റീന മെസ്സിയുടെ ഒരു കരുത്തിൽ വരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ മെസ്സിനെ പൂട്ടാനുള്ള ഇതുവരെ പ്രത്യക്ഷത്തിൽ വരാത്ത പല ആയുധങ്ങളും അൾജീരിയയുടെ കൈവശം ഉണ്ടാകും. അഭിലാഷ്, എങ്ങനെയാണ് പ്രതീക്ഷ? ഒരു ടെൻഷൻ ഉള്ള മത്സരമായിരിക്കും. തീർച്ചയായിട്ടും വളരെ ടഫായിട്ടുള്ള ഒരു ടീമാണ് അൾജീരിയ എന്നുള്ള ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞ 2022 അർജന്റീനയുടെ ഓപ്പണിംഗ് മത്സരം ഓർമ്മയുണ്ടല്ലോ, സൗദി അറേബ്യയായിട്ട്. ആ സൗദി അറേബ്യയുമായിട്ടുള്ള മത്സരത്തെക്കാൾ കടുപ്പമുള്ള മത്സരമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഈവൻ ഈ റീസെന്റ് മത്സരങ്ങൾ എടുത്താൽ പോലും നെതർലൻഡ്സിനെ 1-0 ഫ്രണ്ട്ലി മാച്ചിൽ പരാജയപ്പെടുത്തിയിട്ടാണ് അൾജീരിയ വന്നിരിക്കുന്നത്. നമ്മൾ ഈ മാർച്ച് മുതൽ ഇങ്ങോട്ടുള്ള അൾജീരിയയുടെ 4 കളികൾ എടുത്താൽ തന്നെ അവർ ഗോൾ വഴങ്ങിയിട്ടില്ല. ഇത് മാത്രമല്ല, എല്ലാ കളികളും ആധികാരികമായി ജയിച്ചിട്ടുണ്ട്. അൾജീരിയ ഒരു ഫുട്ബോൾ പവർ ഹൗസാണ്. സിനദിൻ സിദാന്റെ മകനാണ് ഇത്തവണ ഗോൾ വല കാക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് അൾജീരിയ ഒരു ഈസി ടീമല്ല. എന്ന് മാത്രമല്ല, കേപ്പ് വെർദെ എന്ന് പറഞ്ഞ രാജ്യം യൂറോപ്യൻ ചാമ്പ്യന്മാരെ പിടിച്ചു കെട്ടിയത് നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഒരു ഗോൾ പോലും വീഴാതെ. അത് എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരെ നാളെ എന്ത് നേരിടും? ആരാധകരൊക്കെ ഒരു പക്ഷേ ഇപ്പൊ സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷം മറ്റവരൊക്കെ ജയിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, കളി കണ്ടു എന്തൊരു മനുഷ്യനാണ് ആ ഗോളി. അതെ, ഇവിടെ ശരിക്കും അൾജീരിയയെ നമുക്കൊരു ചെറിയ ടീമായിട്ടോ ചെറിയ മീനായിട്ടോ അണ്ടർഡോഗ് ആയിട്ടോ കാണാൻ കഴിയില്ല. അൾജീരിയ വളരെ മികച്ച ഒരു ടീമാണ്. അതുകൊണ്ട് നമ്മൾ എന്തും പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ഞാൻ അക്കാര്യത്തിൽ പറയാം. അല്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ അട്ടിമറിയൊക്കെ സംഭവിച്ചുകൂടായില്ല. ലോകകപ്പുകളിൽ ഇപ്പോൾ ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ ഇന്ന് തന്നെ ഫ്രാൻസ് സെനഗൽ മത്സരം നടക്കാണ്. 2002 ഓർമ്മയില്ലേ, ലോക ചാമ്പ്യന്മാരായി വന്ന ഫ്രാൻസ് സെനഗലിന് മുമ്പിൽ തോറ്റത് ഓർമ്മയില്ലേ? ലോക ചാമ്പ്യൻ കേരളത്തിൽ പോലും വലിയ ആരാധകരാണ്. സെനഗൽ കപ്പടിക്കുന്നു. അപ്പൊ ഇന്ന് ഫ്രാൻസ് സെനഗൽ മത്സരം കൂടി നടക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ലോക ചാമ്പ്യന്മാരാണ് എന്നുള്ളതുകൊണ്ട് ഈസി വാക്കോറൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം, കഴിഞ്ഞ 4 വർഷം പരിഗണിക്കുകയാണെങ്കിൽ ഈ സ്കലോണി യുഗത്തിൽ അർജന്റീന ഒരു തികഞ്ഞ ടീമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ലോകകപ്പ് വിജയത്തിന് ശേഷമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ പോലും അവർക്ക് തോൽവി എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. ലാറ്റിൻ അമേരിക്കയിൽ 1ാം സ്ഥാനക്കാരായിട്ടാണ് ഇത്തവണ അർജന്റീന വേൾഡ് കപ്പ് കളിക്കാൻ എത്തിയിരിക്കുന്നത്. അവരുടെ റീസെന്റ് ആയിട്ടുള്ള മത്സരങ്ങൾ, ഏറ്റവും ഒടുവിൽ നടന്ന ഫ്രണ്ട്ലി അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ആധികാരികമായി സെറ്റായിട്ടുള്ള ഒരു ടീമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ശക്തമായ ഒരു മത്സരം പ്രതീക്ഷിക്കാം. എങ്കിലും എനിക്ക് മെസ്സി ഒരുപാട് ഒരു സമ്മർദ്ദം പേറേണ്ട സാഹചര്യമില്ല. മെസ്സിനെ ഒന്ന് ഫ്രീ ആക്കി വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഈ കളിയിൽ? ഒരു ഫോർമേഷൻ എങ്ങനെയായിരിക്കും? ടീം ഫോർമേഷനെ കുറിച്ച് ഇതിനോടകം തന്നെ അപ്പോൾ പല വിശകലനങ്ങൾ വന്നു കഴിഞ്ഞു. ആശ്വാസം പകരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പരിക്കിൽ നിന്ന് മുക്തരായിട്ടുണ്ട് എന്നുള്ളതാണ്. ഡിബു മാർട്ടിനസ് തന്നെയായിരിക്കും ഗോൾ കീപ്പർ. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ നമുക്ക് വളരെ ശക്തരായ പ്രതിരോധം അർജന്റീനയെ സംബന്ധിച്ച് കുട്ടി റൊമേറോയുണ്ട്. റൊമേറോയുടെ പരിക്ക് ഭേദമായിരിക്കുന്നു. അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സെൻട്രൽ ബാക്കുകളായിട്ട് കളിക്കും. തഗ്ലിയോഫിക്കോ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവില്ല, ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഉണ്ടാവില്ല. ഫെക്കുണ്ടോ മെദീന പകരം ഇറങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേ സമയം തന്നെ മോണ്ടിയലും മൊളീനയും ഫിറ്റാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് മൊളീന ആയിരിക്കും എന്നാണ് നമുക്ക് റൈറ്റ് ബാക്ക് ആയിട്ട് കാണാൻ കഴിയുക. അതേസമയം മിഡ്ഫീൽഡിനെ സംബന്ധിച്ച്, മധ്യനിര അർജന്റീനയെ സംബന്ധിച്ച് വളരെ സമ്പുഷ്ടമായ സമ്പന്നമായ മധ്യനിരയാണ്. പഴയ റിക്കൽമി കാലം അതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറെ വേർഷനാണ്. തീർച്ചയായിട്ടും എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, അലക്സിസ് മാക്കാലിസ്റ്റർ ഉണ്ട്, റോഡ്രിഗോ ഡീപോൾ ഉണ്ട്. സ്റ്റാർട്ടിംഗ് 11-ൽ ഇവർ 3 പേരും ഉണ്ടാവാനാണ് സാധ്യത. പിന്നെയും വളരെ ശക്തരായ മധ്യനിര താരങ്ങൾ ലോസെൽസോയും അടക്കമുള്ള താരങ്ങളുണ്ട്. പാരഡൈസ് ഉണ്ട്. ഒരു പക്ഷേ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ മധ്യനിരയെ സമ്പന്നമാക്കാൻ ഇവർ ഇറങ്ങിയേക്കാനാണ് വഴി. അവിടെ വലിയ ചോദ്യമുള്ളത്, ഏഞ്ചൽ ഡി മരിയ ഇത്തവണ ഇല്ല. ഏഞ്ചൽ ഡി മരിയയുടെ ആര് ഫില്ല് ചെയ്യുമെന്നുള്ള വേഗത്തിൽ പാർക്കാൻ. അതെ, അപ്പോൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് തിയാഗോ അൽമാഡ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലയണൽ മെസ്സിയെ ഫ്രീ ആക്കുമല്ലോ എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ ലയണൽ മെസ്സിയെ സംബന്ധിച്ച് ലയണൽ മെസ്സിക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിയുന്ന, അറ്റാക്കിംഗ് പൊസിഷനിൽ കളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതേപോലെ തന്നെ അറ്റാക്കിൻ്റെ കുന്തമുനയായിട്ട് ആര് എന്ന ചോദ്യമുണ്ട്. ഹൂലിയൻ അൽവാരസ് ഉണ്ട്. ഫസ്റ്റ് 11-ൽ ഒരു പക്ഷേ
ഹൂലിയൻ അൽവാരസ് ആയിരിക്കില്ല, ലത്താരോ മാർട്ടിനസ് ആയിരിക്കും എന്നാണ് സൂചന. ഒരു ഇമ്പാക്ട് സബ്ബായിട്ട് അൽവാരസ് 60-ാം മിനിറ്റിൽ ഇറങ്ങാനാണ് സാധ്യത. പക്ഷേ ഇതിനപ്പുറത്ത് നമ്മൾ കാണേണ്ടത് പുതിയ താരോദയങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇനി 2006 വേൾഡ് കപ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2006 വേൾഡ് കപ്പിൽ സെർബിയക്കെതിരായിട്ടുള്ള മത്സരത്തിൽ 60 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 70 മിനിറ്റ് ആവുന്ന വേളയിലാണ് ലയണൽ മെസ്സി എന്ന് പറയുന്ന 18-കാരൻ ബൂട്ട് കത്തി ഇറങ്ങുന്നത്. ലോകം മുഴുവൻ ഒരു താരത്തെ മാക്സി റോഡ്രിഗസ് മാറ്റപ്പെടുമ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കുമ്പോൾ ലയണൽ മെസ്സി ഇറങ്ങുന്നു. ലയണൽ മെസ്സി ഇറങ്ങി ഒരു 4-5 മിനിറ്റിനുള്ളിൽ ഒരു അസിസ്റ്റ്. കളി അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് ലയണൽ മെസ്സിയുടെ വേൾഡ് കപ്പിൽ ആദ്യത്തെ ഗോൾ വരുന്നു. അതേപോലെ 18-19 വയസ്സുള്ള എത്രയോ താരങ്ങളുണ്ട്. അപ്പോൾ ഇത്തവണ പുതിയ ജനറേഷനിൽ അർജന്റീനയുടെ ആര് വരും എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിക്കോ പാസിനെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. പഴയ പാബ്ലോ പാസിന്റെ മകനാണ്. അതുപോലെ തന്നെ ജൂലിയോ സിമോണി, പഴയ സിമോണിയുടെ ഡിഗോ സിമോണിയുടെ മകനാണ്. അപ്പോൾ വലിയ പാരമ്പര്യമായിട്ടാണ് താരങ്ങൾ അതെ അതെ. വാലന്റൈൻ പാർക്കോ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ഗംഭീരമായിട്ട് കളിച്ചു. അപ്പോൾ അർജന്റീനയുടെ യുവതാരങ്ങളുടെ പിറവി കൂടി നമ്മൾ വളരെ ആകാംക്ഷയോട് കൂടി പ്രതീക്ഷയാണ്. ഓരോ ഇപ്പോൾ മറഡോണ കഴിഞ്ഞു, ഇപ്പോൾ ഒർട്ടേഗയുടെയും റിക്വൽമിയുടെയും ഒക്കെ യുഗം വന്നു. പിന്നെ ലയണൽ മെസ്സിയുടെ കാലം ഇനി ആറാമത്തെ വേൾഡ് കപ്പാണ് മെസ്സിക്ക്. അപ്പോൾ മെസ്സിയുടെ കാലം കഴിഞ്ഞ്, മെസ്സിയുടെയും മരിയുടെ ഒക്കെ കാലം കഴിഞ്ഞ് പുതിയ ജനറേഷന്റെ പുതിയ അവകാശികളെ ഒരുപക്ഷെ ഈ വേൾഡ് കപ്പ് ഡിക്ലെയർ ചെയ്യും. അതെ, ലാസ്റ്റ് ഡാൻസ് എന്നാണ് ഒരു ഭാഗത്ത് പറയുമെങ്കിൽ പിന്നെ ഒരു പുതിയ പ്രഭാതമാണ്. അപ്പോൾ ഏതൊക്കെ താരങ്ങൾ വരുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബ്രസീൽ ഒന്ന് വിറച്ചു, ജർമ്മനി ഗംഭീരമായിട്ട് ജയിച്ചു, നെതർലൻഡ്സ് വിറച്ചു, ജർമ്മനി ആദ്യത്തെ 30 മിനിറ്റ് കുറച്ച് വിറച്ചു, സ്പെയിനും വിറച്ചു. ഇനിയുള്ളത് ഫ്രാൻസും അർജന്റീനയൊക്കെയാണ്. പോർച്ചുഗലും വരാനിരിക്കുന്നു. ഇതിൽ ആരൊക്കെ വിറയ്ക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നതാണ്. തീർച്ചയായിട്ടും കാത്തിരിക്കാം.